ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഇന്ന് ദുഃഖവെള്ളി ദിനത്തിൽ മലയാള മനോരമ പത്രത്തിന്റെ മുഖപ്രസംഗം ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെടുന്നവരെക്കുറിച്ചാണ്. അനാഥത്വത്തിന്റെ വിലാപങ്ങൾ എന്ന തലക്കെട്ടിൽ ഉറ്റവരാൾ ഉപേക്ഷിക്കപ്പെടുന്ന നിരാലംബരുടെ നിലവിളിയെക്കുറിച്ചാണ് മുഖപ്രസംഗത്തിലുള്ളത്. സഹനത്തിന്റെയും പീഡാനുഭവങ്ങളുടെയും ഈ ദുഃഖവെള്ളിയാഴ്ച ഏകാന്തമായ കുറെ വിലാപങ്ങൾ കൂടി നാം കേൾക്കുന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ പോയവർ, ഉറ്റവരാൾ ഉപേക്ഷിക്കപ്പെട്ടവർ. നമ്മുടെ സർക്കാർ ആശുപത്രികൾ രോഗികളുടെ മാത്രമല്ല, ചികിത്സയ്ക്കെത്തിച്ച ശേഷം ബന്ധുക്കൾ കൈയൊഴിഞ്ഞവരുടെ കൂടി സങ്കടത്താവളമായി തീർന്നിരിക്കുന്നു. മടങ്ങിപ്പോകാൻ ഇടമില്ലാതെ വാർഡുകളിലും മറ്റുമായി കഴിയുന്ന 70 പേരെങ്കിലും ഇപ്പോൾ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മാത്രമുണ്ട് എന്നത് കുറ്റബോധത്തോടെ തല താഴ്ത്തി മാത്രമേ നമുക്ക് കേൾക്കാനാവൂ. ഇത് മെഡിക്കൽ കോളേജുകളിലെ മാത്രം കണക്കാണെന്ന് കൂടി ഓർമ്മിക്കണം. മറ്റാശുപത്രികളിലും സ്ഥാപനങ്ങളിലുമായി അനാഥരായി കഴിയുന്നവരുടെ എണ്ണം എത്രയോ കൂടുതലായിരിക്കും. ഇത്രയും പേർ സംസ്ഥാനത്തെ ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെടുന്നു എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ കേൾക്കേണ്ട വാർത്തയേ അല്ല. ഉറ്റവരുണ്ടായിട്ടും അനാഥരായി പോകുന്നവരുടെ വിലാപം നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വിങ്ങി നിൽക്കുന്ന വാർത്ത കേരളം വായിച്ചത് ഇക്കഴിഞ്ഞ വിഷു ദിവസമാണ്. മക്കളെ കണി കാണാൻ കാത്തിരിക്കുന്നവരുടെ ആ നൊമ്പരം അത് വായിച്ചവരൊക്കെയും ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് കൂടുതൽ പേരുള്ളത്. മറ്റു പല മെഡിക്കൽ കോളേജുകളിലും സമാനമായ ഏകാന്ത സങ്കടങ്ങൾ ഒരിക്കലും വരാത്തവരെ കാത്തിരിക്കുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിക്കപ്പെട്ട 42 പേരുടെ വാർത്ത മനോരമ 2022 ഡിസംബറിൽ പുറത്തുകൊണ്ടുവന്നതോടെ ആരോഗ്യവകുപ്പ് എല്ലാ സർക്കാർ ആശുപത്രികളിലും കണക്കെടുപ്പ് നടത്തി 250 പേരെയാണ് കണ്ടെത്തിയത്. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കാത്തതുമായി ബന്ധപ്പെട്ട് 15,000-ലേറെ കേസുകൾ അപ്പോൾ സംസ്ഥാനത്തുണ്ടായിരുന്നു. ചികിത്സയ്ക്ക് എത്തിച്ച ശേഷം ബന്ധുക്കൾ തിരികെ കൊണ്ടുപോകാത്ത ആ 250 പേരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് മുഖപ്രസംഗത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസുമെടുത്തു. ആരോരുമില്ലാതെ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലുള്ളവരെ ഏറ്റെടുക്കാൻ അനാഥ മന്ദിരങ്ങൾക്ക് കത്തെഴുതി കാത്തിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. മുമ്പ് ആശുപത്രി സൂപ്രണ്ട് അഭ്യർത്ഥിക്കുന്നതിനനുസരിച്ച് അനാഥ മന്ദിരങ്ങൾ ആശുപത്രികളിലെ നിരാലംബരെ ഏറ്റെടുക്കുകയായിരുന്നു പതിവ്. ഇപ്പോൾ സാമൂഹിക നീതി വകുപ്പിന്റെ അനുമതി കൂടി വേണം. സംസ്ഥാനത്ത് നിലവിൽ 500-ലധികം അനാഥാലയങ്ങളിലായി 32,000 പേരെങ്കിലും അന്തേവാസികളായി ഉണ്ടെന്നാണ് കണക്ക്. തിരക്ക് കൂടിയതിനാൽ പുതിയ ഏറ്റെടുക്കലുകൾ കുറവാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയോജന കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം കേരളമാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കേരളത്തിലെ വയോജന പരിചരണ കേന്ദ്രങ്ങളിലെ അന്തേവാസികളുടെ എണ്ണം കഴിഞ്ഞ കുറച്ചു വർഷം കൊണ്ട് തന്നെ ഇരട്ടിയോളമായി. ഇവരിൽ മിക്കവരുടെയും മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. സ്വത്തെല്ലാം കൈക്കലാക്കിയ ശേഷം മക്കൾ ഇറക്കിവിട്ട മാതാപിതാക്കൾ ഒട്ടേറെയുള്ള നമ്മുടെ വയോജന സദനങ്ങൾ മൂല്യരഹിതമായ ഈ കാലത്തിന്റെ ദുഃഖസാക്ഷ്യങ്ങൾ കൂടിയല്ലേ. വളർത്തി വലുതാക്കി ജീവിതം നൽകിയവർക്ക് അനാഥ വാർദ്ധക്യമാണോ മക്കൾ തിരിച്ചു നൽകേണ്ടത്? ആശുപത്രിയിൽ അനാഥമായി മരിച്ചെന്ന വിവരം അറിയിച്ചാൽ പോലും എത്താത്ത ബന്ധുക്കൾ പിന്നീട് മരണ സർട്ടിഫിക്കറ്റിനായി എത്തുന്നതും നാം കണ്ടുപോരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇത്തരത്തിൽ നടതള്ളിയ 15 രോഗികളുടെ ബന്ധുക്കൾ മരണശേഷമെത്തി സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോയെന്നാണ് അധികൃതർ പറയുന്നത്. സ്വത്തോ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുകയോ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ പരേതരെ തേടി ബന്ധുക്കൾ എത്തുമത്രേ. ഇങ്ങനെയാണ് ആ മുഖപ്രസംഗം. മുമ്പൊക്കെ പ്രായമായ അച്ഛനെയും അമ്മയെയും ക്ഷേത്രനടയിൽ നടതള്ളിയിട്ട് കടന്നുപോകുന്ന മക്കളെക്കുറിച്ചാണ് കേട്ടിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ആശുപത്രികളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നവരെക്കുറിച്ചാണ് വാർത്തകൾ പെരുകുന്നത്. ഫലത്തിൽ എല്ലാം ഒന്ന് തന്നെ. മക്കൾക്ക് വഴിയും വെളിച്ചവും കാണിച്ചവരെ, തന്റെ വിശപ്പ് പോലും മാറ്റിവെച്ച് മക്കളെ ഊട്ടിയവരെ, തന്റെ സ്വപ്നങ്ങളെല്ലാം മാറ്റിവെച്ച് മക്കളുടെ സുഖജീവിതത്തിന്റെ ആകാശം വിസ്തൃതമാക്കിയവരെ, അവരെയാണ് ഇങ്ങനെ വലിച്ചെറിയുന്നത്. ഈ ദുഃഖവെള്ളിയിൽ നാം ഏവരും സ്വയം ചോദിക്കേണ്ട പ്രധാന ചോദ്യം അതുതന്നെയാണ്. എന്താണ് നമ്മുടെ രക്ഷിതാക്കൾ നമ്മളോട് ചെയ്ത പാപം? കുരുടന് കാഴ്ച നൽകിയവൻ, ചെകിടന് കേൾവി നൽകിയവൻ, വിശക്കുന്നവന്റെ വിശപ്പകറ്റിയവൻ, ഇതാണോ ആ മനുഷ്യൻ ചെയ്ത മഹാപാപം? ഇതിനാണോ ആ മനുഷ്യനെ കുരിശിലേറ്റിയത് എന്ന് ചോദിക്കുമ്പോഴൊരു ചോദ്യം. വളരെ പ്രസിദ്ധമായ ഒരു ഗാനമുണ്ട്, ജോണി കാഷിന്റെ ഗാനം. Were you there when they crucified my Lord? Were you there when they crucified my Lord? Were you there when they crucified my Lord എന്ന് തുടങ്ങുന്നതാണ് അതിന്റെ വരികൾ. അദ്ദേഹത്തെ ക്രൂശിച്ചപ്പോൾ നിങ്ങളവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന വരികൾ. ആ ചോദ്യമാണ് ഇക്കാര്യത്തിലും ചോദിക്കാൻ തോന്നുന്നത്.
പ്രായാധിക്യവും രോഗവും അലട്ടുന്ന രക്ഷിതാക്കളെ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ അതിന് കൂട്ടുനിന്നിരുന്നോ?